ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികളുടെ ആക്രമണ പരമ്പര തുടരുന്നു. ഇസ്രായേൽ അധിനിവേശ മേഖലകളിലാണ് യമൻ സായുധ ഗ്രൂപ്പ് ആക്രമണം നടത്തിയത്. ആക്രമണത്തെ തുടർന്ന് ടെലവീവിന് സമീപമുള്ള ബെൻ ഗുരിയോൺ എയർപോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. ആക്രമണ മുന്നറിയിപ്പായി ഇസ്രായേൽ നഗരങ്ങളിലും സെറ്റിൽമെൻറ്റുകളിലും സൈറൻ മുഴങ്ങി. ഞായറാഴ്ച രാവിലെയാണ് ഹൂതികൾ ഇസ്രായേലിൽ ആക്രമണം നടത്തിയത്. യമനിൽ നിന്ന് ഒരു മിസൈൽ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടു. തുടർന്ന് ബെൻ ഗുരിയോണിലെ വ്യോമഗതാഗതം നിർത്തിവെച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യമൻ മിസൈൽ കാരണം നിരവധി വിമാനങ്ങൾ കുടുങ്ങി. 4 വിമാനങ്ങൾ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ടതായും ഹീബ്രു ദിനപത്രമായ റെഡിയോത്ത് അഹ്റോനോത്ത് റിപ്പോർട്ട് ചെയ്തു. അധിനിവേശ പ്രദേശങ്ങളിലേക്ക് തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. യമനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ എത്തിയതോടെ അധിനിവേശ അൽ ഹുസിന് പടിഞ്ഞാറ് വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങിയെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണം നടത്തിയതായി ഹൂതികൾ പ്രസ്താവനയിൽ അറിയിച്ചു. യമൻ സായുധ സേനയുടെ മിസൈൽ സേന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ അധിനിവേശ പ്രദേശമായ യാഫയിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളം ആക്രമിച്ചുവെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. ആക്രമണം വിജയകരമായിരുന്നു. ദശലക്ഷക്കണക്കിന് സൈനിസ്റ്റുകൾ ഷെൽട്ടറുകളിൽ അഭയം തേടി. മാത്രമല്ല, വിമാനത്താവളം സ്തംഭിപ്പിക്കാനും ആക്രമണത്തിന് കഴിഞ്ഞതായി ഹൂതികൾ അറിയിച്ചു. ഇസ്രായേലിൽ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് യമനിലെ ഹൂതികൾ. ജെറുസലേമിലെയും തെക്കൻ വെസ്റ്റ് ബാങ്കിനെയും ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ദിവസം ഹൂതികൾ ആക്രമണം നടത്തിയത്. യമനിൽ നിന്ന് ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് എത്തിയതായി IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. മിസൈലിനെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി IDF ഞായറാഴ്ച അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും സൈറൻ മുഴങ്ങിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഡെഡ് സീക്ക് സമീപമുള്ള പ്രദേശങ്ങളിലും സൈറൻ മുഴങ്ങി. സൈറനുകൾ മുഴങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദീർഘദൂര മിസൈൽ ആക്രമണത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയത് ഫോൺ നോട്ടിഫിക്കേഷൻ വഴിയാണ്. പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. മിസൈലിൻ്റെ ഒരു ഭാഗം വെസ്റ്റ് ബാങ്കിലെ സൗത്ത് ഹെബ്രോൺ ഹിൽസ് പ്രദേശത്താണ് പതിച്ചത്. 4 ദിവസത്തിനുള്ളിൽ നടക്കുന്ന 3ാമത്തെ ആക്രമണമാണിത്. കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള 5ാമത്തെ ആക്രമണവും. കഴിഞ്ഞ ദിവസങ്ങളിലും 48 മണിക്കൂറിൽ യമനിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഹൂതികൾ 3 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ എത്തിയതോടെ അപായ സൈറനുകൾ മുഴങ്ങി. ഹൂതി ആക്രമണം ടെലവീവിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യമനിൽ നിന്നെത്തിയ ബാലിസ്റ്റിക് മിസൈലിനെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി IDF അറിയിച്ചു. യമൻ സായുധ ഗ്രൂപ്പിൻ്റെ ആക്രമണം ഉണ്ടായതോടെ ടെലവീവിലും മധ്യ ഇസ്രായേലിലും സൈറനുകൾ മുഴങ്ങി. ഞായറാഴ്ച 2 മിസൈലുകളാണ് ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ടത്. മിസൈലുകളെ എല്ലാം വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രായേൽ സേന വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെയാണ് ആദ്യ മിസൈൽ ഇസ്രായേലിന് നേർക്ക് കുതിച്ചത്. അതോടെ മധ്യ ഇസ്രായേലിലും ടെലവീവിലും സൈറൻ മുഴങ്ങി. സൈറൻ മുഴങ്ങിയതോടെ ദശലക്ഷക്കണക്കിന് ആളുകൾ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം പ്രാപിച്ചു. ഈ മാസം ആദ്യം ഹൂതികൾ തൊടുത്തുവിട്ട മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് തെന്നിമാറി ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന്റെ പരിസരത്ത് പതിച്ചിരുന്നു. സംഭവത്തിൽ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ യമനിലെ സാന വിമാനത്താവളത്തിൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ ഏകദേശം $500 മില്യൺ നാശനഷ്ടങ്ങൾ സംഭവിച്ചു.